ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ, ദൈവസന്നിധിയിൽ ഹംബിളായിട്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുക. കർത്താവായ യേശു തന്നെ പറയുക, മറ്റുള്ളവരോട് കൊടുക്കുന്ന ആർക്കും ഒരു മുന്നറിയിപ്പാ, ഈ ചെറിയവരിൽ ഒരുവനെ ആരും തുച്ഛീകരിക്കാതിരിപ്പാൻ, ഡിസ്പൈസ് ചെയ്യുവാൻ പോലും സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക. മോശ കേൾക്കുകയാണോ കേൾക്കാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള സംഭാഷണം. മോശ അത് ചെവി കൊടുത്തില്ലെങ്കിൽ തന്നെയും, ചെവി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. സ്വർഗത്തിലെ ദൈവം അത് മിണ്ടാതെ വിട്ടില്ല. ദൈവത്തിന് കാണിക്കുന്ന കരങ്ങൾ മിരിയാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്താ കാരണം? ദൈവം ആ മനുഷ്യനെ അത്രയും മാനിച്ചുവെന്നുള്ളതാ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എനിക്കും നിങ്ങൾക്കും എതിരായിട്ട് പ്രവൃത്തികൾ കടന്നു വരുമ്പോ അതിന് പകരം ചെയ്യുവാൻ അല്ല ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. ഒന്ന് മാത്രം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ തുച്ഛീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല.